1000 വർഷങ്ങളായി സ്വർണ്ണ സാമ്രാജ്യം എവിടെയാണെന്നറിയാതെ എത്രയോ രാജാക്കന്മാർ അതിനെ അന്വേഷിച്ച് എത്ര സൈന്യങ്ങളെ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. ആർക്കും അത് കണ്ടെത്താനായില്ല. അതിന് കഴിഞ്ഞിരുന്നെങ്കിൽ അവൻ മറ്റുള്ളവരെക്കാൾ വലിയ രാജാവാകുമായിരുന്നു, അല്ലേ? അങ്ങനൊരാളെ പറ്റിയാണ് ഞാനിതിൽ എഴുതിയിട്ടുള്ളത്. ഇത് ഭാവനയല്ല, യാഥാർത്ഥ്യമാണെന്ന് തെളിയിക്കാൻ ഈ പ്രപഞ്ചത്തിൽ ഒരു വസ്തുവിനെ സാധിക്കൂ. മണ്ണിൽ എവിടെയോ മൂടിപ്പോയ വീരക്കല്ല്. വീരക്കല്ലോ? അത് തുണിയലക്കുന്ന പുഴയുടെ തീരത്തുള്ള കല്ലല്ല. ആ കല്ലിൽ അവന്റെ ചിത്രം കൊത്തിവെച്ചിട്ടുണ്ടെങ്കിൽ അവൻ നിസ്സാരക്കാരനായിരുന്നിരിക്കില്ലല്ലോ. എങ്ങോട്ടാണ് അവരെ പറഞ്ഞു വിടേണ്ടത്? എവിടെയാണ് ഈ വീരക്കല്ല്? എവിടെയാണ് ആക്ച്വൽ എൽ ഡൊറാഡോ? ഹേ പട്ടാൻ, ഈ ബോംബെ നഗരത്തിൽ എന്റെ അഡ്രസ്സിന് പിൻകോഡ് ഇല്ലെങ്കിലും പോസ്റ്റ് വരാറുണ്ട്. എന്താണെന്നറിയാമോ? ഞാൻ അത്രയ്ക്ക് ഫേമസ് ആണ്. അതെ ഭായ്, എല്ലാവർക്കും നിങ്ങളെ പോലെ ആകാൻ പറ്റുമോ ഭായ്? ചിലർ 10 പിള്ളേരെ പിടിച്ച് തല്ലിയിട്ട് വലിയ ഡോൺ ആണെന്ന് പറഞ്ഞ് നടക്കും. ഏതെങ്കിലും 10 പേരെ തല്ലി ഡോണായവനല്ല ഞാൻ. ഞാൻ തല്ലിയ 10 പേരും ഡോണുകളാണ്. കടകമിടിനാഥ പടകമാക്കുന്നതാരിവൻ, അഗ്നിശൈലങ്ങൾ നെഞ്ചിലേറ്റുന്ന കഥക ചൊല്ലുന്നതാരിവൻ, കരുത്തുള്ള മിന്നലിന്റെ കരവാളമായി വരും വാലിവൻ. പറയാമോ കടലുകത്തുന്ന പരിവഴിത്താരയിൽ വാടാതെ കുതിക്കുന്നതാരിവൻ. പറയാമോ കടലെരിയുന്നു കണ്ണിൽ കനവുണരുന്നു മനസ്സിൽ പമ്പയ്ക്ക് ഗലിയാകി ഖബറാക്കെയും പോലെ. Salam Rocky Bhai, Rocky, Salam Rocky Bhai, Salam Rocky Bhai, Salam Rocky Bhai, इलाका तेरा भाई, तू है सबका भाई. അല്ല, അവനെ ലോബിയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അവൻ അത്യാവശ്യം OG പ്ലെയർ ആണ്. ഇവൻ ഞാൻ ലോബിയിൽ കുറെ കണ്ടിട്ടുണ്ട്. അവൻ ആരാണെന്ന് മനസ്സിലാക്കാനായിട്ട് അവന്റെ പേര് തന്നെ ധാരാളമായി. നമ്മുടെ കപ്പ് കേക്ക് OG പ്ലെയർ ആണ്. ഗൺ സർവറിലെ പുലി വന്ന് കണ്ടിട്ടോടെ ഭാഗത്തുനിന്നൊരു സല്യൂട്ട് കൊടുക്കണ്ടേ? മെമ്പേഴ്സ് ലൈനപ്പ് സല്യൂട്ട്. Since 1951. ചെറിയ കുട്ടിയായിരുന്നപ്പോഴേ ബോംബെയിൽ വന്നത് തീക്കനലിൽ വീണതുപോലെ ഇതേ ചെവിയിലെ ആൾക്കാർ ചോദിച്ചതിനും എന്നെ തല്ലി. അന്ന് മുംബൈക്ക് മനസ്സിലായില്ല അവർ തട്ടിക്കളിക്കുന്നത് ഇരുമ്പിനെയാണെന്ന്. ഉലയിൽ ഊതി ഊതി അടിച്ചടിച്ചവരാ ഇരുമ്പിനെ കത്തിയാക്കി. കത്തിക്കൊന്നല്ലേ അറിയൂ. नहीं रे, तेरा बाप का और तेरा बाप मैं हूँ. ചോരയുടെ മണം കേട്ട് പിരാന മീനുകളെല്ലാം ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. പക്ഷേ ആ മീനുകൾക്കറിയില്ല ആ ചോര അവരെ വേട്ടയാടുന്ന ശ്രാവിന്റെ ചോരയാണ്. ബോംബെ എന്റെ സ്വന്തമാണെന്ന് പറഞ്ഞ് റോഡുകളിലൂടെ നടന്നവരെയെല്ലാം അവൻ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. അവരെല്ലാം അതേ റോഡുകളിലിട്ട് തന്നെ അവൻ വെട്ടിക്കൊല്ലും.
കലയാൽ വരച്ചൊരു ശൂര കലികാല ശാപ ദുരിതാന്യ മോക്ഷധീര ഹേ മാവീര മലയാളി കരകൾ സത്യു ചോര ജീവി കൊണ്ടൊരു വീര ഉയരങ്ങൾ യുഗയിൽ സിംഹം കീഴുന്ന കലയാൽ വരച്ചൊരു ശൂര കലികാല ശാപ ദുരിതാന്യ മോക്ഷധീര ഹേ മാവീര കലികാല ശാപ ദുരിതാന്യ മോക്ഷധീര ഹേ മാവീര മാറ്റിയ വീര അതികണ്ണന ചുഴി മണ്ഡലമേറി വിജയത്തിൽ കൊടി നാട്ടിയ ശൂര മോതിരകടകം മറഞ്ഞു തിരിയും ധീര ഹേ മാവീര അധികാരത്തിന് ചൂടിയ ഈ കരി നിന്ന കട നീക്കി മാറ്റിയ വീര അതികണ്ണന ചുഴി മണ്ഡലമേറി വിജയത്തിൽ കൊടി നാട്ടിയ ശൂര മോതിരകടകം മറഞ്ഞു തിരിയും ധീര ഹേ മാവീര മോതിരകടകം മറഞ്ഞു തിരിയും ധീര ഹേ മാവീര ജീവശ്വാസമായി ഉയരിന്റെ ഈണമായി സിരയിൽ അറിയുന്ന പ്രാണന്റെ കണികയായി മനസ്സിൽ മധുരം ചൊരിയാൻ നീ വരൂ ഹൃദയം കുളിരായി തഴുകും തെന്നലായി ധീര 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 നീരണ ധീര 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 നീരണ ധീര 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 നീരണ ധീര കാലിലും കയ്യിലും സ്വർണ്ണമിട്ടവർക്ക് ഷെയ്ക്ക് ഹാൻഡും കൊടുക്കും, സല്യൂട്ടും കൊടുക്കും. പോലീസിന്റെ ലിസ്റ്റിൽ റൗഡി എന്ന് പേരുള്ളവൻ ജനങ്ങളുടെ മനസ്സിൽ രാജാവായിരുന്നു. അങ്ങനെ ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ ഞാനും നീയൊക്കെ എന്തിനാ പേടിക്കുന്നത്? Are you the Cupcake ALF? I saw you in the game, so can you come by my side to kill them? ഹലോ, ആനയ്ക്ക് വാരിക്കുഴി ഒരുക്കാൻ പറ്റിയ ഒരുത്തനെ ഞങ്ങൾ ബോംബെയിൽ കണ്ടു. റോക്കി. ബാംഗ്ലൂരിൽ നീ എനിക്കൊരു ചെറിയ കാര്യം ചെയ്തു തരണം. അത് ചെയ്തു തന്നാൽ ഈ ബോംബെ മുഴുവൻ നിന്റേതാണ്. അവനിത് തീരെ നിസ്സാരമായിട്ടാണ് എടുത്തിരിക്കുന്നത് ആൻഡ്രൂ സർ. ഇവിടെ എന്താ നടക്കുന്നത്, ആരാ വരുന്നത്, ഒന്നും അവന് മനസ്സിലായിട്ടില്ല. ഇവിടെ എന്താണ് നടക്കുന്നത്, വരുന്നവൻ ആരാണ് എന്നൊക്കെ മനസ്സിലാക്കിയാൽ
ഈ ലോകത്തുള്ള ആരും പിന്നെ ഇങ്ങോട്ട് വരില്ല. അവൻ അവന്റെ പണി ചെയ്യട്ടെ. നിന്നെ എന്തിനാ ഇങ്ങോട്ട് വിളിപ്പിച്ചെന്ന് മനസ്സിലായോ? വന്നപ്പോ മുതൽ തെക്ക് വടക്ക് കിടന്ന് തല്ലുണ്ടാക്കി സമയം കളയുക. ഇനി കഥയിലേക്ക് കിടക്കാം. കാം ബോലോ സാബ്. ഒരാനയെ നീ കൊല്ലണം. നമ്മുടെ പ്ലാൻ എന്താണെന്ന് മനസ്സിലായോ? ദയ നിന്നോടത് വിശദമായി പറഞ്ഞു തരും. വരുന്നവന്റെ ഫോട്ടോ ഉണ്ടോ? അവന്റെ ഫോട്ടോയുടെ ആവശ്യമില്ല. അവൻ വന്നാൽ ഈ ബാംഗ്ലൂർ മൊത്തം അറിയും. സ്വർണത്തിന്റെ പെട്ടി അവർ ചില്ലറക്കാശിടാൻ വെച്ചിരിക്കുക. രാജകുമാരൻ പാതിരാത്രി ഇരുട്ടിൽ തന്റെ ലക്ഷ്യം തേടി പുറപ്പെട്ടു. അന്ന് ശക്തമായ കൊടുങ്കാറ്റ് വീശുമ്പോൾ കപ്പലിൽ ഒറ്റയ്ക്ക് ആരെയും ഭയക്കാതെ തിളങ്ങുന്ന സമുദ്രം കടന്ന് അങ്ങനെ പോയി. അവൻ കൊന്നില്ലല്ലോ. അതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റെന്നാണോ? തോറ്റുപോയി. ഗേറ്റ് അടച്ചിട്ടുണ്ടോ? ആളുകളെ വിളിച്ചോണ്ട് വന്നിട്ടുണ്ടോ? ആരെയും അകത്തേക്ക് വിടണ്ട. അവനെ കൊല്ലാമെന്നും കൊന്നാൽ ഈ സ്ഥലം നമുക്ക് സ്വന്തമാകുമെന്ന് കരുതി. പക്ഷേ ഈ സ്വർഗം ഇപ്പോൾ ഒരു ശ്മശാനമായി. ഈ ലോകം നമുക്ക് കീഴടക്കാനായില്ല. പക്ഷേ അവൻ നമ്മളെ എന്തിനാ വിട്ടയച്ചത്? പവർ. അവൻ എപ്പോൾ വേണമെങ്കിലും നമ്മളെ കൊല്ലാം. തന്റെ ശക്തി എന്താണെന്ന് ലോകത്തെ കാണിക്കാൻ അവൻ ഇവിടെ വന്നത്. വളരെ കുറച്ച് സമയമേ ഉള്ളൂ. ഇപ്പോ ഗരുഡനെ കൊല്ലാൻ പറ്റിയില്ലെങ്കിൽ നമ്മളെല്ലാം ചാകാതെ ചാകും. അങ്ങനെയാണെങ്കിൽ അങ്ങോട്ട് പോവോ? ആ സ്ഥലത്തേക്ക്, അവരുടെ മധ്യത്തിലേക്ക്, ആ നരകത്തിലേക്ക് ആർക്കെങ്കിലും പോകാനൊക്കെ? അക്കാര്യം ആലോചിക്കാനെങ്കിലും പറ്റുമോ? അവൻ നമുക്ക് ഇവിടെ തന്ന അടിയെക്കുറിച്ച് ഓർക്കുമ്പോ അവിടെ പോകുന്ന കാര്യം പോലും ആരും ചിന്തിക്കില്ല. പൊള്ളുന്ന നെഞ്ചിലെ ചൂടിൽ അടിമുടി ഭയന്ന് വിറച്ചു. ഒരടിപിടി ഉണ്ടായാൽ ആരാദ്യം തല്ലിയെന്ന് ആരും ശ്രദ്ധിക്കില്ല. അടികൊണ്ട് ആരാണ് അവിടെ ആദ്യം വീണതെന്ന് എല്ലാവരും ശ്രദ്ധിക്കൂ.
കൊല്ലാൻ വേണ്ടിയാണോ എന്നെ വിളിപ്പിച്ചത്? അവനെ കൊല്ലാതെ ഞാൻ തിരിച്ചു പോവില്ല. ആ സ്ഥലം ഏതാണെങ്കിലും എവിടെയാണെങ്കിലും അവിടെ പോയി ഞാൻ കൊല്ലും. അലകൾ കാത്തിരിക്കുന്നത് തീരത്തെ പുൽകാണ്. സൂര്യൻ കാത്തിരിക്കുന്നത് ആഴിയിൽ അസ്തമിക്കാനാണ്. ഇടിയും മിന്നലും മലകൾക്ക് പിന്നിൽ പോയി മറഞ്ഞു. എന്നെങ്കിലും തിരിച്ചു വരാനായി. വിധി പോലും വിറച്ചുപോയി. കഷ്ടപ്പെട്ട് ഇതിഹാസം സൃഷ്ടിക്കാനാകില്ല. അതിനൊരു തീപ്പൊരി വേണം. എന്തിനാടാ നിൽക്കുന്നത്? വിട്ടു പോ. അന്ന് കാട്ടുതീ പടർന്നു. ആരോ നിങ്ങളുടെ നേരെ വരുന്നുണ്ട്. ഞങ്ങളുടെ നേരെയോ? അവൻ ഈ വരട്ടെ. അവൻ തിരിച്ചു പോവില്ല. അവൻ പുറത്തേക്ക് പോകുന്നില്ല, അകത്തേക്ക് തള്ളി കയറുക. എന്ത്? അവൻ കരുതിക്കൂട്ടി തുനിഞ്ഞിറങ്ങിയിരിക്കുന്ന മകനാ. അവൻ നിൽക്കില്ല, കീഴടങ്ങുകയുമില്ല. दुआ है उसके सर पे. ഏത് പുണ്യാത്മാവിന്റെ മകനാണോ അവൻ? റോക്കി തീ പോലെയാണ്, ദുഷ്മൻ പെട്രോൾ. ശത്രുക്കളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് അവൻ ആളി കത്തിക്കൊണ്ടിരിക്കും. അവനേതോ കാട്ടിൽ പോയെന്ന് പറഞ്ഞില്ലേ? അങ്ങോട്ട് നിങ്ങൾ പോവരുത്. പടച്ചവനാണ്. ആ കാടിന് തീ പിടിക്കും. വന്നു. അവൻ ഡയറക്റ്റ് ആയി ഫീൽഡിൽ വന്നവനാ, ഒറ്റയ്ക്ക്. നമ്മൾ ഒരുപാട് പേരുണ്ട്. എല്ലാവരുടെയും കയ്യിൽ ഗണ്ണുണ്ട്. അവൻ ഒറ്റയ്ക്കാ വന്നത്. പിന്നെ പേടിക്കുന്ന എന്തിനാ? നമ്മുടെ കൂടെ ഒരുപാട് പേരുണ്ട്. എല്ലാവരുടെ കയ്യിലും ഗണ്ണുണ്ട്. അവൻ ഒറ്റയ്ക്കാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പേടിച്ചൂടെ? കറക്റ്റ് കണ്ണ. ജീവിതത്തിൽ കുറച്ച് പേടി വേണം. ആ പേടി ഹൃദയത്തിൽ ഉണ്ടാവണം. ആ ഹൃദയം പക്ഷെ നമ്മുടെ ആയിരിക്കരുത്, നമ്മുടെ എതിരാളികളുടെ ആയിരിക്കണം. May I come in? അവൻ അത്രയ്ക്ക് വലിയ ഗാങ്സ്റ്റർ ആണോ? ഗ്യാങ്ങുമായി വരുന്നവനാണ് ഗാങ്സ്റ്റർ. അവൻ ഒറ്റയ്ക്കാണ് വന്നത്. മോൺസ്റ്റർ. എന്നിട്ട് 19, 20, 21, 22 നീയും ചേർത്ത് 23. എന്താ കറക്റ്റ് അല്ലേ? നമ്മുടെ പിള്ളേരെപ്പോഴും തല്ലുകൂടാറുണ്ട്. പക്ഷെ ഇപ്രാവശ്യം എന്ത് സംഭവിച്ചെന്ന് മനസ്സിലായില്ല. ഞാൻ വന്നപ്പോൾ ഒരാൾക്ക് മാത്രമേ ജീവൻ ഉണ്ടായിരുന്നുള്ളൂ. അവൻ എന്തെങ്കിലും പറഞ്ഞിരുന്നു? ചാകുന്നതിന് മുമ്പ് ഒരുത്തൻ എന്നവൻ പറഞ്ഞിരുന്നു. ഒരുത്തനോ? ഒരുത്തൻ? എല്ലാ സിനിമകളിലും ഒരാൾ ഉണ്ടാവുമല്ലോ. ഹീറോ ആണോ? അല്ല, വില്ലൻ. അടിമകളായി ജീവിച്ച് അടിമകളായി തന്നെ മരിക്കുമെന്നാണ് വിചാരിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ധൈര്യം വന്നു, വിശ്വാസവും വന്നു. അവൻ ആര്, എന്തിനിവിടെ വന്നു എന്നാലോചിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ മനസ്സിലായി, അവൻ കെട്ടുകഥകളെ യാഥാർത്ഥ്യമാക്കുവാൻ വന്നതാണെന്ന്. കൊല്ലാതിരുന്നാൽ അവന്റെ സ്ഥിതി എന്താ? ആ ജനങ്ങളുടെ സ്ഥിതി എന്താ? പറയൂ സർ, റോക്ക് ഗരുഡനെ കൊന്നില്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളുടെ അവസ്ഥ എന്താകും? അവളുണ്ടല്ലോ, നമ്മുടെ അമ്മ മാരിയമ്മ.
മാരി ഉത്സവത്തിന്റെ അവിടെ 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 വെച്ച് അവൻ അയാളെ കൊല്ലും. കളി കുറെ കൂടുന്നുണ്ട്. ഇവൻ കൂട്ടുകാരെയും കൂട്ടി തല്ലാൻ നടക്കുന്നു. നീ കൂട്ടുകാരെയും കൂട്ടിയാണോ തല്ലാൻ പോയത്? ഒറ്റയ്ക്ക് പോണം. അവൻ ഗരുഡനെ കൊന്നു സാർ. ഗരുഡൻ മരിച്ചെന്ന കാര്യം എല്ലാവർക്കും മനസ്സിലായി. സൂര്യവർദ്ധൻ പറഞ്ഞതുപോലെ കാഹളം കാത്തിരിക്കുകയായിരുന്നു. ഹിന്ദുസ്ഥാൻ സെ ഖബർ ഹൈ. പലരുടെയും കണ്ണുകൾ നറാച്ചിയുടെ മേൽ പതിഞ്ഞു. മാഡം, KGF മേ. അവർ KGF കൈയടക്കാൻ കാത്തിരിക്കുകയും അവരത് തിരിച്ചു പിടിക്കാൻ നോക്കുകയായിരുന്നു. പക്ഷെ ആരും മനസ്സിലാക്കിയില്ല മറ്റൊരാളുടെ കാൽപാദം അതിൽ പതിഞ്ഞു കഴിഞ്ഞെന്ന്. ഇതാണ് ആദ്യത്തെ അധ്യായം. കഥ I am enforcing the army and signing a death warrant of the biggest criminal in India. ഇനിയാണ് ആരംഭിക്കുന്നത്. KGF-ൽ ഗരുഡയുടെ മരണത്തിന് ശേഷം എന്ത് സംഭവിച്ചു? Somebody else from this organization is controlling it? No, sir. ഇതിന് പിന്നിൽ പുറത്തു നിന്നുള്ള ആരുമാണ്. അയാളാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. What? തകർത്ത് കളയേണ്ട പാറക്കെട്ടിന് എത്ര ഉറപ്പുണ്ടെന്ന് മാത്രമേ ഞങ്ങൾ ആലോചിച്ചുള്ളൂ. How is this even possible? ആ പാറക്കെട്ട് തകർത്ത കൂടത്തിന് അതിനേക്കാൾ ശക്തി ഉണ്ടെന്ന് മനസ്സിലായി. ഈ മഹാശക്തിയുടെ ഇടയിലേക്ക് ഇനിയൊരുത്തനോ? KGF-ൽ പുതിയ ബോസ് വന്നിരിക്കുന്നു. കൗൺ റോക്കി. Shorty making bows from the brother. In your eyes, see you down for another. Round shorty, I love the sounds coming out you. Round, see the clown circus in town for ya. ഭരിച്ചെടുക്കാൻ ഒരു ആൺതരി പോലും ഇല്ലാത്ത വർഗം. ഈ ഭീരുക്കളെ വെച്ച് അവൻ എന്തുണ്ടാക്കാനാ? ശരിയാണ് സാർ. അങ്ങ് പറഞ്ഞതുപോലെ ഞങ്ങൾ ഭീരുക്കളായിരുന്നു. ശക്തിയില്ലായിരുന്നു, വിശ്വാസമില്ലായിരുന്നു. മരണം ഞങ്ങളുടെ മേൽ ചുവട് വെച്ചിരുന്നു. പക്ഷേ ഞങ്ങളുടെ ശത്രുവിനെ മാരിയമ്മന്റെ മുന്നിൽ വെച്ച് അവൻ കഴുത്തറത്തില്ലേ? അന്ന് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ മരണത്തിന് മുന്നിൽ ചുവട് വച്ചാടി. അവൻ വാള് വീശി വന്നപ്പോ ഒരു കാറ്റുയർന്നു സാർ. ആ കാറ്റിന് നാറാച്ചിയിലുള്ള എല്ലാവരുടെയും ജീവശ്വാസമാണ്. നിങ്ങൾക്കൊരു ഉപദേശം തരാം. ഒരു കാലത്തും നിങ്ങൾ അയാളെ എതിർത്ത് നിൽക്കാൻ പോകരുത് സാർ.
സാഗരം എരിവേനലിൻ ഇടനെഞ്ചിൽ നീ പകരുന്നുവോ സാന്ത്വനം പിന്നിലിവനുണ്ട് പതിനേടുന്ന മണ്ണിലിവനുണ്ട് അഗ്നിശൈലങ്ങൾ ഇവനിലുമുണ്ട് കൊണ്ടുവരുന്നേ. അവൻ KGF-ൽ കടക്കില്ലെന്ന് കരുതി, അവന് ഗരുഡയെ കൊല്ലാൻ പറ്റില്ലെന്ന് കരുതി, KGF-ന്റെ കൺട്രോൾ അവൻ പിടിച്ചെടുക്കുമെന്ന് ആലോചിച്ചു കൂടിയില്ല. കിലാടിയാണവൻ. ഇവൻ ആ ചക്രവ്യൂഹം ഭേദിച്ച് പുറത്തേക്കെത്തില്ലെന്ന് നിങ്ങൾക്ക് എന്താ ഉറപ്പ്? മീൻ വേട്ടയാടുന്നെന്ന് കരുതിയാണ് എപ്പോഴും ഇരയെ കൊത്തുന്നത്. കൊത്തുമ്പോൾ മാത്രമേ അത് ചൂണ്ടക്കൊളുത്താണെന്നറിയൂ. ആ ചൂണ്ട ആരിട്ടതാണെന്ന് നിനക്കറിയാലോ. രക്ഷപ്പെടാൻ ഒരു സാധ്യതയുമില്ല. എത്ര ചുവടുകൾ വച്ചു, എത്ര തലകൾ എടുത്തു ഈ KGF കെട്ടിപ്പടുക്കാൻ. നീ ഇപ്പൊ ഒരു ചുവട് വച്ചതല്ലേ ഉള്ളൂ. 3-4 പേരെ തീർത്തപ്പോ നീ വിചാരിച്ചോ നീ അങ്ങ് മേലെ പോയെന്ന്? പക്ഷെ ഈ കളിയിൽ കേറാനുള്ള കോണികൾ മാത്രമല്ല, പാമ്പുകളുമുണ്ട്. അക്കൂട്ടത്തിൽ ഒരു പാമ്പ് നിന്നെ ദംശിച്ചാൽ നീ അമ്പയെ തറ പറ്റും. പോ, വെറുതെ വിട്ടിരിക്കുന്നു. കാരണം നീ നിന്റെ ആൾക്കാരുടെ അടുത്തേക്ക് മടങ്ങണം. അവർക്ക് നിന്നെ ഒരുപാട് വിശ്വാസമാണ്. അവര് നിന്നെ ഈ നിലയിൽ കാണണം. നിന്റെ രക്തം കാണണം. അവരുടെ വിശ്വാസം നശിക്കണം. ആരാ ഇങ്ങനെ ചെയ്തത്? ജീവനോടുണ്ട്. അധികം നേരം പിടിച്ചെന്നില്ല, എല്ലാം നിലം പതിച്ചു. പിന്നെയും തോൽവി. എല്ലാം കൈവിട്ടു പോവല്ലേ? ഇനി ഇവിടെ നിൽക്കുന്നത് ശരിയല്ല. എങ്ങോട്ടെങ്കിലും ദൂരെ ഒരു വെക്കേഷന് പോയാലോ? ചിലർക്ക് ദാ ആ വീശുന്ന കൊടുങ്കാറ്റിൽ പെട്ടുയർന്നാലേ സമാധാനമായിരിക്കാൻ പറ്റൂ. നീ വേഷം മാറി നടക്കുവാണോ? നിങ്ങൾ കരുതുന്നത് പോലെ റോക്കി എങ്ങോട്ട് ഒളിച്ചോടിയതല്ല.
എല്ലായിടത്തുള്ള റൗഡികളെ അവിടെ പോയി അടിച്ചൊതുക്കുന്ന നീ നിന്റെ സ്ഥലത്ത് കയറിയ റൗഡികളെ വിട്ടുകളയോ? അതുകൊണ്ടവൻ ഇനായത് ഖലീലിനെ കാണാൻ പോയതാണ്. എനിക്ക് വേണ്ടി അവസാനമായി ഒരു കാര്യം കൂടി ചെയ്തു തരാമോ? ക്യാ ചാഹിയേ രേ തേരെ കോ? ആ ഗണ്ണേതാ? ബൊംബൈ ഞാൻ കൈക്കലാക്കാൻ തീരുമാനിച്ചപ്പോൾ എതിർത്ത ഓരോരുത്തന്റെയും പേരെഴുതി കേട്ട് ഈ കല്ലറകൾ. അതിൽ പേരുകളും എഴുതി വെച്ചു. ഇനി ചാവ് നാൾ കുറിക്കാം ചാച്ച. ടൈം ആകയാ. രക്തം കൊണ്ട് എഴുതിയ കഥയാണ്. മഷി കൊണ്ട് എഴുതാനാവില്ല. തുടരണമെങ്കിൽ വീണ്ടും രക്തം വേണ്ടിവരും. എനിക്കാരുടെയും മിത്രമാവണ്ട. എന്റെ ശത്രുതയാർക്കും താങ്ങാൻ പറ്റുകയുമില്ല. ബിസിനസ് ചെയ്യാമോ? ഓഫർ ക്ലോസസ് സൂൺ. എനിക്ക് വേണ്ടി അവസാനമായി ഒരു കാര്യം കൂടി ചെയ്തു തരാമോ? बोल रहे क्या चाहिए रे तेरे को? Rocky was now about to execute his biggest plan. എല്ലാ കൺസെന്റ്മെന്റ് നിർത്തിക്കോ. കൂടുതൽ ചോദ്യം വേണ്ട, പറഞ്ഞത് ചെയ്യ്. നാട്ടിലുള്ള സകല ബ്ലാക്ക് മാർക്കറ്റിലും ഗോൾഡ് വരവ് നിന്നു. വൈ ഹാസ് റോക്കി സ്റ്റോപ്ഡ് ഇറ്റ് നൗ? അത്രയും സ്വർണം ഇത് എന്തിനായിരിക്കും പൂഴ്ത്തി വെക്കുന്നത്? അവൻ പ്രൈം മിനിസ്റ്റർ എതിർത്താണ് ഇതൊക്കെ ചെയ്തെന്ന് ആരും കരുതണ്ട. അവൻ എന്ത് ചിന്തിക്കുന്നു എന്ന് ആർക്കും അറിയില്ല. അതുകൊണ്ട് ആലോചന വേണ്ട. അവൻ മറ്റെന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇനായത് ഖലീലിന്റെ അടുത്ത് പോയി ബിസിനസ് ഡീൽ ഉറപ്പിച്ചു. ഫോൺ വന്നു. ട്രക്കുകളൊക്കെ വാർക്കയിലേക്ക് പോകാൻ തയ്യാറാക്കിക്കൊള്ളാൻ പറഞ്ഞു. KGF-ൽ അധീര കാത്തിരിക്കുകയല്ലേ? റോക്കി ദുബൈക്ക് പോയതിന് 2 കാരണങ്ങൾ ഉണ്ടായിരുന്നു. ഇനിയൊരു കാരണം ഏതാ? അവൻ എല്ലാ സ്വത്തും കൊണ്ടുപോയിരുന്നല്ലോ. But wasn't that an advance for the gold Inayat Khalil was sending? No. Then what was it for? Kalashnikov!
ചുവടിൽ ഞാനിങ്ങ് എത്തിയിരുന്നു. ഏത് ക്ലോക്കിലും 1 മണിക്കൂർ അവൻ വലിയ സൂചിക്ക് നീങ്ങണം, 60 തവണ ചെറിയ സൂചിക്ക് ഒരൊറ്റ തവണ മതി. ഞാൻ എന്റെ ചുവട് വെച്ചു. കളിയുടെ റേഞ്ച് ചേഞ്ചായി. പാമ്പും കോണിയും കളിയിലിപ്പോ കീരിയിറങ്ങി. വെറുതെ വിട്ടുകളയുക. പക്ഷെ ഒന്നോർത്തോ എപ്പോഴും, ഇനിമേൽ ആ ടെറിട്ടറി നിന്റെ, ഈ ടെറിട്ടറി എന്റെ എന്നൊന്നും പറയണ്ട. വിട്ടുപിടി. The world is my territory. അവൻ അത്രയ്ക്ക് വലിയവനായോ? അവനോടൊന്ന് മുട്ടാൻ പോലും ആരും തയ്യാറായില്ലല്ലേ? ഇനി എന്റെ അടുത്ത ചുവടിൽ ആകാശം മുട്ട തീ ഉയരും. അവന്റെ മുന്നിലുണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം മാറ്റി അവന് വേണ്ടതെല്ലാം അവൻ നേടിയില്ലേ? കർണാടക മാത്രമല്ല, 21 സ്റ്റേറ്റ്സിനും 9 യൂണിയൻ ടെറിട്ടറീസിനും കൂടി അവനാണ് റൗഡി. He is the biggest criminal. He is the biggest businessman. And this is the biggest national issue. അവനെ കുറിച്ച് ഒരുപാട് വിവരങ്ങളൊന്നുമില്ല. But he went through a lot of struggles earlier on. വരത്തനായതുകൊണ്ട് അവനെ ഒരുപാട് ഉപദ്രവിച്ചു. തലയുയർത്തി നോക്കിയതിന് തല്ലി, എതിർത്തു പറഞ്ഞതിന് തല്ലി, എതിർത്തു നിന്നതിന് തല്ലി. അങ്ങനെ ഒരു നാൾ അവൻ തിരിച്ചു തല്ലി. അന്ന് തൊട്ട് ഇന്നുവരെ ആരും അവനെ എതിർത്ത് ജയിച്ചിട്ടില്ല. നിങ്ങളയക്കുന്ന സ്പെഷ്യൽ ഫോഴ്സിന് അവനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവന്റെ കൂടെ ഒരു വലിയ സൈന്യമുണ്ട്. പരിസരത്തുള്ള ഗ്രാമങ്ങളിലെ ഏകദേശം 15 ലക്ഷം ജനങ്ങൾക്കും അവനാണ് ദൈവം. ഈ കടമ്പകളെല്ലാം താണ്ടിയിട്ട് അവനെ തൊടണമെങ്കിൽ ഈ 15 ലക്ഷം ജനങ്ങളെയും നേരിടണം. ഒന്നുകിൽ കൊല്ലും, അല്ലെങ്കിൽ മരിക്കും. എങ്കിലും അവർ റോക്കിയെ തൊടാൻ അനുവദിക്കും. This is what they have sent. History tells us that powerful people come from powerful places. Is that? Yes, ma'am. That is Rocky's KGF.
History was wrong. Powerful people make places powerful. Because you always just send some videos of you killing people. Oh, sorry. Send like hello, how are you, and not just videos where you're killing people. ഇല്ലെങ്കിൽ അങ്ങ് ഖനിയുടെ താഴ്വാരത്ത് കൊണ്ടുപോയി എല്ലാരെയും ഷൂട്ട് ചെയ്ത് കൊന്നു കളഞ്ഞാക്കി ഗരുഡ ചെയ്തതുപോലെ. നിനക്കും ഗരുഡയ്ക്കും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. നീയും ദുരാഗ്രഹിയായി മാറിക്കഴിഞ്ഞു. ഒരു നാടിനെ മൊത്തം വെറുപ്പിച്ചു. അവളുടെ വെറുപ്പ് നീ സമ്പാദിച്ചു. എന്തിനാ ഇതൊക്കെ ചെയ്യിക്കുന്നേ? പറ, ആർക്ക് വേണ്ടി നീ ഇതൊക്കെ ചെയ്യുന്നേ? ആർക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തു കൂട്ടുന്നേ? ആർക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നേ? കല്ലറയെല്ലാം പൊളിച്ചോട്ട് പോകുന്നടാ. ഗഗനം നീ, ഭുവനം നീ, ശിശിരം നീ, ധരണി തൻ ഇരിവിൽ തണല് നീ. ഉദയം നീ, ഉൽക്ക നീ, സർവം നീ, ചരിതമായി മാറണം നീ. പടകളോരായിരം പോരിനായി വരികിലോ ഈ ക്ഷണം. ഏകനായി എതിരിടും ഇവിടെ നീ തന്നെ നിൻ ആയുധം. ചെറിയ ഗ്രാമത്തിൽ ജനിച്ചതുകൊണ്ട് വലിയ ആശകളില്ലാത്തവൾ. മുൻപ് അവരെന്നെ കൊണ്ടൊരു സത്യം ചെയ്യിപ്പിച്ചിരുന്നു. ആ സത്യത്തിനു വേണ്ടി ഞാൻ സ്വാർത്ഥനാകും. ഒരു ഭീരുവാകും, കൊലയാളിയാകും, ക്രിമിനലാകും, ഒരു വില്ലനുമാകും. കൊടുത്ത വാക്കിനിത് മതിയാകുമോ എന്നറിയില്ല. അവരുടെ ആശയാണ് എന്റെ വാശി. ഒരു കാറ്റ് കൊടുങ്കാറ്റാകുമെന്നും ആ കൊടുങ്കാറ്റ് വൻ ചുഴലിക്കാറ്റാകുമെന്നും കേട്ടിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു. എല്ലാം തുടങ്ങിക്കൊടുക്കാൻ അവന് അമ്മയുണ്ടായിരുന്നു. പക്ഷെ നിർത്തന്ന് പറയാൻ ഇന്നിപ്പോ അവന് ആരുമില്ല. ഈ ചുഴലിക്കാറ്റ് എങ്ങോട്ട് വീശുമെന്നോ എന്തൊക്കെ ഇല്ലാതാക്കുമെന്നോ ആർക്കും അറിയില്ല. ഇവരെല്ലാം ഏത് മൈൻ വഴിയാണ് അകത്തേക്ക് കയറിയത്? മൂന്നാമത്തെ മൈൻ. എല്ലാം നശിച്ചു പോകും. ഞാൻ കാലിക്കുറ്റോ എല്ലാം പാഴായി പോകും. സാധാരണ ഞാൻ യുദ്ധം ഒഴിവാക്കാൻ ശ്രമിക്കും. തുടങ്ങിയ പിന്നെ ജയിച്ചേ അടങ്ങും. I told you earlier,
there was only one person who could bring down KGF, and that was Rocky himself. ആരിടയിൽ വന്നാലും കൊന്നുകളഞ്ഞേക്ക്. വേണ്ടി വന്നാൽ എല്ലാവരും അവസാനിപ്പിക്കേ. I am enforcing the army and signing the death warrant of the biggest criminal in India. Where is he going? നിങ്ങൾ റോക്കി എന്ന ക്രിമിനലിനെ തേടുകയാണെന്ന് ഞങ്ങൾക്കറിയാം. യെസ് ക്യാപ്റ്റൻ. റോക്കി ഇവിടെ ഇന്ത്യൻ ഓഷനിൽ തന്നെയുണ്ട്. ഞങ്ങൾക്ക് നേരെ വന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ ഇതേ ഫാക്സ് അമേരിക്കൻസിനും ഇന്തോനേഷ്യൻസും അയച്ചിട്ടുണ്ട്. അവരും ഇപ്പോ റോക്കിയുടെ ഷിപ്പിന് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. Change the channel. You're about to enter the international waters from the Indian waters. Turn off your engines and prepare for surrender. I repeat, turn off your engines and prepare for surrender. This is your last warning. Turn off your engines and prepare for surrender, or we will fire. Rocky is not responding to the warnings, Major. The US Navy and Indonesian Navy are closing in. We are waiting for your orders. Do it. അത് രക്ഷപ്പെടില്ല. വെറും പനിക്ക് ചികിത്സിക്കാൻ കൊണ്ടുവന്നപ്പോ എന്റെ മകന്റെ ജീവൻ പോകുമെന്ന് പറയുന്നു. അവൻ കണ്ണടയ്ക്കുന്നത് എന്റെ താരാട്ട് കേൾക്കുമ്പോ മാത്രമാണ്. അവന്റെ ജീവനെ കുറിച്ച് പറയാൻ നിങ്ങൾക്ക് എന്നല്ല, ആ ദൈവത്തിന് പോലും അർഹതയില്ല. അങ്ങനെയല്ല മോളെ പറഞ്ഞത്. നീ ബേജാറാകണ്ട. നിന്റെ മകന് 100 വർഷം ആയുസുണ്ട്. ചിലർ അടിമകളായിരുന്നാലും 100 വർഷം ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹിക്കും. എന്നാൽ ചിലർ ഒരു ദിവസമേ ഉള്ളൂ എങ്കിലും സുൽത്താനായി മരിച്ചാൽ മതിയെന്ന് ആഗ്രഹിക്കും. ഒരു പക്ഷേ അവനെന്ന് മരിച്ചാലും എന്റെ ആഗ്രഹം നിറവേറ്റാനുള്ള യോഗ്യതവനല്ലെന്ന് കരുതി ഞാൻ മറന്നോളാം. അവൻ ജീവനോടിരിക്കുന്ന കാലം ഈ നികൃഷ്ട ലോകത്തിന്റെ ആശകൾ നിറവേറ്റുന്ന സുൽത്താനായി വാഴണം. അവസാനം അവൻ മരിക്കുന്ന നാൾ വന്നാലും അവന്റെ ശവമഞ്ചം എടുക്കാൻ പോലും ആരുടെയും ആവശ്യമുണ്ടാവില്ല. അവന്റെ കല്ലറ വരെ ചെന്നെത്താൻ അവന് സ്വന്തം കാൽപാദങ്ങൾ ഉണ്ടാകും. അന്ന് 2 സംഭവങ്ങളാണ് നടന്നത്. ആ സ്ഥലം ഇല്ലാതായി. അവനും ധീര
എന്നവൻ പോയപ്പോ എല്ലാം കൊണ്ടുപോയി. ഇത് പുരാണത്തിലെ ഭൂതപ്രേത യോദ്ധാക്കളുള്ള കെട്ടുകഥയായി അവതരിപ്പിക്കില്ല. അല്ലെങ്കിൽ ഇതിഹാസത്തിൽ യുദ്ധങ്ങളോടെയോ വിജയങ്ങളോടെയോ നിറം പിടിപ്പിക്കില്ല. ഒരു കൊച്ചു ഗ്രാമത്തില് ഒരു അമ്മയുടെ പിടിവാശിയുടെ കഥയായി പറഞ്ഞേനെ. അവനെങ്ങനെ മരിക്കുമെന്ന് അവൻ തന്നെ എഴുതി വെച്ചിരുന്നു. അവനെങ്ങനെ ജീവിച്ചുവെന്നാണ് ഞാൻ എഴുതാൻ പോകുന്നത്. വെള്ളത്തിൽ നിന്ന് തീ ഉണ്ടായ ചരിത്രമേ ഇല്ല. പക്ഷേ ഈ അമ്മയുടെ കണ്ണീരിൽ നിന്ന് തീയുമുണ്ടായി. റോക്കി എന്ന ചരിത്രവും ഉണ്ടായി. നിങ്ങൾ പറഞ്ഞ പോലെ അയാൾ ഒരു ഗ്യാങ്സ്റ്റർ അല്ല സർ. ഒറ്റയ്ക്ക് വന്ന് പൊരുതി വെട്ടിപ്പിടിച്ച മോൺസ്റ്റർ. He's a mama's boy, the ladies love him. Doesn't make him any sin, but that dick boom goes a bullet in one's brain deep. And like the match had to be. You try to pull him down, he can never miss a mark. Boom, boom, boom. Those are the war now with the rocking star. Everybody is a gangster till you see the monster. ഇനിയും മനസ്സിലാവാത്ത മറ്റൊരു കാര്യം, അമേരിക്കൻസും ഇന്തോനേഷ്യൻസും എന്തിനാണ് റോക്കിയെ ഫോളോ ചെയ്തതെന്ന്. I'm John Booker, CIA, United States of America. This is a signed document by the director of the CIA for the extradition of the criminal named Rocky. 1978 മുതൽ 1981 വരെയും റോക്കി 16 രാജ്യങ്ങളിൽ ഒരുപാട് ക്രൈം ചെയ്തിട്ടുണ്ട്, including USA. This is the foul list in all his crimes in the last 3 years. I'd advise you to look at it very carefully. 不是，我说是你自己先玩。നീ കളിന്ന് ഇറങ്ങിയിട്ട് കുറച്ചായെന്ന് എനിക്കറിയാം.
പക്ഷെ എനിക്ക് ഗൺ സെർവറിലൊരു ടൂർണമെന്റ് വരുന്നുണ്ട്. അതിനെനിക്ക് നിന്നെ വേണം. ഞാൻ വിളിച്ചാൽ നീ വരുമെന്ന് എനിക്കറിയാം.